8 to 20. There were some shepherds in that part of the country who were spending the nights in the field, taking care of their flocks. An angel of the Lord appeared to them, and the glory of the Lord shone over them. They were terribly afraid, but the angel said to them, "Don't be afraid. I am here with good news for you." കുഞ്ഞുങ്ങൾക്ക് പ്രായത്തിനൊത്ത വളർച്ചയില്ലെന്നും യുനിസെഫ് കണക്കാക്കുന്നു. ഈ അടയാളപ്പെടുത്തല് സമകാല പരിസരത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ പൊരുൾ എങ്ങനെയാ തിരിഞ്ഞു വരിക? അപ്പോൾ ഞാൻ പറയും, തീർച്ചയായിട്ടും ഉണ്ണിയേശു അവിടെയല്ല. വടക്കേ ഇന്ത്യയിലെ ഒരു ഉൾഗ്രാമത്തിൽ ഇങ്ങനെ കണ്ടുമുട്ടുന്ന ഒത്തിരി കോലങ്ങളുണ്ട്. 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ കോലങ്ങൾ, മനുഷ്യക്കോലങ്ങൾ. ഇതൊരു അടയാളപ്പെടുത്തലാണ്. അല്പവസ്ത്രധാരികളായി നടക്കുന്നു. പശുത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ആ ഒരു വലിയ ഹ്യൂമിലിയേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന മാനവീയത അപമാനവീയതയായി പോയിരിക്കുന്ന ഒരു രൂപം. ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ദൂത് ഒരു ക്രിസ്തുമസ് സന്ധ്യയ്ക്ക് ഒരിടത്ത് പോയി നൽകിയ ശേഷം എൻ്റെ സെമിനാരിയിലെ ശിഷ്യനായ ഒരച്ഛൻ എന്നോട് പറഞ്ഞു, ആ അടയാളപ്പെടുത്തൽ എന്ന് തിരുമേനി പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇച്ചിരി ഇടതുപക്ഷമുണ്ടോ എന്നൊരു സംശയം. അപ്പം നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത ഇല്ലാതില്ല. ഒരു ഇടതുപക്ഷമാണോ എന്നൊരു തോന്നൽ. അതിച്ചിരി പൊതിഞ്ഞ് പറയരുതായിരുന്നോ? ഞാൻ പറഞ്ഞു, പൊതിയാനും വേണ്ടി തുണിയൊന്നും ആ കുഞ്ഞുങ്ങൾക്കില്ലായിരുന്നു. പിന്നെങ്ങനെ ഞാൻ ഇല്ലാത്ത തുണിയെടുത്ത് പൊതിയുന്നത്? നമ്മുടെ നസ്രായനായ യേശുവിന് തന്നെ കീറ്റശീലം ഉണ്ടായിരുന്നു. വസ്തുതകൾക്ക്, സ്ഥിതിവിവര കണക്കുകൾക്ക് അതിന് നേർക്കാഴ്ചകളെ ഉള്ളൂ. അന്നൊരു നാൾ ബെത്ലേഹമിൽ പിറന്നു പൊന്നുണ്ണി, മേരി സോനു ഈശ്വരൻ പിറന്നീ ക്രിസ്മസ് നാൾ. വന്നുദിച്ചു വിൺതാരകം, പരന്നു പൊൻകാന്തി, ആമോദത്തിൻ ഗീതകം ശ്രവിച്ചി ക്രിസ്മസ് നാൾ. ജീവി
ക്രിസ്മസ് സന്ധ്യ ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിച്ച തിരുവനന്തപുരം ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിമന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയോടുള്ള നാലാഞ്ചിറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയുടെ എല്ലാവിധമായ നന്ദിയും സ്നേഹവും ഭക്തി ആദരവുകളും തിരുമേനിയുടെ പാദപീഠത്തിൽ ഈ സമയത്ത് ദേവാലയത്തിന് വേണ്ടി സമർപ്പിക്കുന്നു.